വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് കുടിയേറിയ ശേഷം പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള ആക്ടിവിസത്തിന്റെ ഭാഗമായവർക്കെതിരെ നടപടി കർശനമാക്കി ട്രംപ് ഭരണകൂടം. US അനുവദിച്ചിട്ടുള്ള സ്റ്റുഡന്റ് വിസ റദ്ദാക്കിയെന്നും എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്നുമുള്ള അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നത്. പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലും മറ്റും പങ്കെടുത്തവർക്കെതിരെയാണ് നടപടി. ഹമാസ് അനുകൂല പ്രതിഷേധം ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ പോലും അമേരിക്ക കർശന നടപടിയാണ് സ്വീകരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും വിലക്കേർപ്പെടുത്തുന്നുവെന്ന ആക്ഷേപങ്ങളാണ് ഈ നടപടിക്കെതിരെ ഉയരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഏതാനും വിദ്യാർത്ഥികൾക്കെതിരെയും അമേരിക്കയുടെ വിസ റദ്ദാക്കൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കിടുന്നത് പോലും വിസ റദ്ദാക്കലിന് കാരണമാകുമെന്നാണ് ഇമിഗ്രേഷൻ അഭിഭാഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2023-24 അക്കാദമിക് ഇയറിൽ 11 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ എത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 3,31,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. A1 വിസ എന്ന പേരിലാണ് അമേരിക്ക വിദ്യാർത്ഥികൾക്കുള്ള വിസ അനുവദിക്കുന്നത്. അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനായി അമേരിക്കയിൽ താമസിക്കുന്നതിന് വിദേശ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് A1 വിസ. സ്കൂൾ, കോളേജ്, സെമിനാറുകൾ തുടങ്ങിയവയിലെ വിദ്യാഭ്യാസത്തിന് ഈ വിസ ലഭിക്കും. വിദ്യാഭ്യാസത്തിന് അമേരിക്കയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ വിസ നിബന്ധനകൾ പാലിക്കണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. തുർക്കിയിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കിയതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റുഡൻസ് വിസ നൽകുന്നത് പഠിക്കാനാണെന്നും അല്ലാതെ സാമൂഹിക പ്രവർത്തനത്തിനല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഹമാസിനെ പിന്തുണച്ചു എന്നാരോപിച്ച് തുർക്കിയിൽ നിന്നുള്ള റുമേയ ഓസ്റ്റർക്ക് എന്ന വിദ്യാർത്ഥിനിയുടെ വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്ക. ടഫ്റ്റസ് സർവകലാശാലയിലെ PhD വിദ്യാർത്ഥിയാണ് ഓസ്റ്റർക്ക്. എന്നാൽ ഇവരെ നാടുകടത്താനുള്ള തീരുമാനത്തെ ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അമേരിക്ക വിസ നൽകുന്നത് പഠിക്കാനും ബിരുദം നേടാനുമാണ്. സർവകലാശാലകളെ കീറിമുറിക്കുന്ന സാമൂഹിക പ്രവർത്തനത്തിനല്ല. അതുകൊണ്ടാണ് വിസ റദ്ദാക്കിയതെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്.